ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ മറച്ചു പിടിച്ചിരിക്കുന്ന ആ ഒരു കാര്യം എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയിട്ട് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ ഈ റീഡിംഗ് വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക, വിട്ടേക്കുക. അപ്പം റീഡിങ് കാർഡുകൾ എടുക്കുന്ന സമയത്ത് നല്ല പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എന്ത് കാര്യമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന്, ഇപ്പോൾ ഇത് ഏത് സിറ്റുവേഷനുള്ളവർക്ക് ഇത് കാണാവുന്നതാണ്. നല്ല സ്മൂത്ത് ഗോയിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലുള്ളവരോ ലെസ് കോണ്ടാക്റ്റിലുള്ളവരോ ആരായിരുന്നാലും റീഡിങ് നടക്കുന്ന സമയത്ത് പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്നത്, എന്ത് കാര്യമാണ് നിങ്ങൾ അറിയരുത് എന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്ത് കാര്യമാണ് നിങ്ങളിൽ നിന്ന് മറച്ചു പിടിച്ചിരിക്കുന്നത്, ആ ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്ത് കാര്യമാണ് നിങ്ങൾ അറിയരുത് എന്ന് വിചാരിച്ച് മറച്ചു പിടിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അറിയരുത് എന്ന് അവർ വിചാരിക്കുന്ന ആ ഒരു രഹസ്യം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങൾ അറിയരുത് എന്ന് വിചാരിച്ച് മറച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം, നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു രഹസ്യം എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒളിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം എന്താണ്, എന്ത് കാര്യമാണ് നിങ്ങൾ അറിയരുത് എന്ന് അവർ വിചാരിക്കുന്നത്. ഓക്കെ, ദ ടവർ കാർഡാണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 5 ഓഫ് കപ്സ് ആണ്. 3 കപ്സ് ഇവിടെ മറിഞ്ഞു കിടക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഒരു മനുഷ്യന് ആ ഒരു കപ്സ് മറിഞ്ഞു പോയതിനെ ഓർത്ത് വിഷമിച്ചുകൊണ്ട് ക്രൈ ചെയ്തുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതൊരു കൂടുതൽ ആളുകൾ ഇതിനകത്ത് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നോ കോണ്ടാക്ട്, സെപ്പറേഷനിൽ പോയിട്ടുള്ള വ്യക്തികളാണ് ഈ ഒരു റീഡിങ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന്. പിന്നീട് അപ്പോൾ ആ ഒരു ബ്രേക്കപ്പ്, നോ കോണ്ടാക്ട് ഇതൊക്കെ നിങ്ങൾ ഒത്തിരിയധികം വിഷമിക്കുന്ന ഒരു അവസ്ഥയിലാണ്, നിങ്ങൾ വളരെയധികം സങ്കടപ്പെടുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു എംപറർ കാർഡ് ഇവിടെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സന്റെ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണ് ഒരു വലിയ ഗോൾ ഉള്ള വ്യക്തിയാണ്, ജീവിതത്തിൽ ഒരു വലിയ നേട്ടത്തിൽ എത്തിച്ചേരണം അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒരു അൾട്ടിമേറ്റ് ലീഡർ ആകാനായിട്ട്, എല്ലാ കാര്യത്തിനും മുൻപന്തിയിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാനും കുറെ ആളുകളെ നയിച്ചു കൊണ്ടുപോകാനും അല്ലെങ്കിൽ ഒരു ഫാമിലിനെ തന്നെയാണെങ്കിലും ലീഡ് ചെയ്ത് കൊണ്ടുപോകാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ നിങ്ങളുടെ ഈ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്തൊരു സിറ്റുവേഷനെ പെട്ടാലും എങ്ങനെയെങ്കിലുമൊക്കെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരാനായിട്ടുള്ള നല്ല ഒരു പ്രത്യേകമായിട്ടുള്ള കഴിവുള്ള ഒരു വ്യക്തിയാണ് എന്ന് തന്നെ പറയാം. പിന്നെ ഇവിടെ നമുക്ക് ക്വീൻ ഓഫ് കപ്സ് വരുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ശരിക്കും നല്ല എമ്പതി ഉള്ള ഒരു വ്യക്തിയാണ്, നല്ല സഹായ അനുഭൂതിയുള്ള, അതുപോലെ തന്നെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു എല്ലാവരോടും ഒരുപോലെ സ്നേഹം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയാണ്, അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഒരു എനർജി നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ കിങ് ഓഫ് വാൻസ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ മൂവ് ഓൺ ചെയ്ത് മറ്റൊരാളിലേക്കോ ഒരു സിറ്റുവേഷനിലേക്കോ പോയവരായിരിക്കാം. ഇങ്ങനെ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് പോയതിന് ശേഷം വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വന്നവരുമായിരിക്കാം. ഇവിടെ അവർ തേർഡ് പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയിരുന്നു എങ്കിലും ആ ഒരു പോയ കാര്യമോ തിരിച്ചു വന്ന കാര്യമോ ഒന്നും നിങ്ങൾ അറിയണമെന്നില്ല. കുറച്ചു പേർക്ക് ഈ തേർഡ് പാർട്ടി ഉണ്ട് എന്നൊക്കെ അറിയാമായിരിക്കാം. എന്നാലും ഇങ്ങനെ 2 തരത്തിലുള്ള ആളുകളുടെ എനർജിയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. നിങ്ങളുടെ പേഴ്സണ് നല്ല രീതിയിൽ ഒരു സ്പേസ് വേണ്ട ഒരു വ്യക്തിയാണ്. അതായത് ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് നല്ലൊരു സ്പേസ് വേണം, കാരണം അവരൊരു ലീഡർ ക്വാളിറ്റി ഉള്ള ആളായതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ നിൽക്കണമെങ്കിൽ ഒരു സ്പേസ് വേണം. അതുപോലെ തന്നെ ഒരു ഫ്രീഡവും വേണ്ടുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ അവർക്ക് അത്തരത്തിലുള്ള സ്പേസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, അവർക്ക് നല്ല രീതിയിലൊരു കെയർ ഒക്കെ നിങ്ങൾ കൊടുത്തിട്ടുണ്ട്. കാരണം അവരെ നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. എന്നാൽ നിങ്ങൾ ഉപേക്ഷിച്ച് അവർ പോയിട്ടുള്ള ആ ഒരു തേർഡ് പാർട്ടി റിലേഷൻഷിപ്പിൽ എത്തിയപ്പോൾ അവർക്ക് പ്രതീക്ഷിച്ച ഒരു ഇതൊന്നും, ഒരു സ്വീകാര്യതയൊന്നും ആ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം.
അതുപോലെ തന്നെ പിന്നീട് നമ്മൾ നോക്കുമ്പോൾ 7 ഓഫ് പെന്റക്കിൾ വന്നിരിക്കുന്നു. അത് ഈ 7 ഓഫ് പെന്റക്കിൾ കാർഡ് ഇവിടെ പറയാൻ ഇത് നോക്കുമ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത സമയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയ കാര്യങ്ങളായിക്കോട്ടെ, അവരുടെ ലൈഫ് തന്നെ ആയിക്കോട്ടെ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വേസ്റ്റ് ആയി പോയി എന്ന ഒരു തിരിച്ചറിവ് ഈ ഒരു സമയത്ത് അവർക്ക് ഉണ്ടാകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. പിന്നീട് വരുന്ന ക്യൂൺ ഓഫ് സോർഡ്സ് ആണ്. ശരിക്കും ഈ ഒരു പേഴ്സൺ ഏത് റിലേഷൻഷിപ്പിൽ നിന്നാലും അവർക്ക് അവിടെ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. അത്തരത്തിലുള്ള എനർജിയാണ് ഈ പേഴ്സൺ ഉള്ളത്, അതായത് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത്. ഇവർ നിങ്ങളുടെ അടുത്തുണ്ടായിരുന്ന സമയത്ത് ഈ പേഴ്സൺ ഏത് തരത്തിൽ പെരുമാറിയാലും നിങ്ങൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്ന് അവരെ വീണ്ടും ക്ഷണിച്ച് റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരിക, ഇത്തരം കാര്യങ്ങൾ. അവരെന്തെങ്കിലും ഒരു ഡ്രാമയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ അതൊക്കെ പറഞ്ഞു തീർത്ത് സോൾവ് ചെയ്ത് വീണ്ടും റിലേഷൻഷിപ്പിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ ഒരു 2 ദിവസം വലിയ സ്നേഹമായിരിക്കും, അത് കഴിഞ്ഞിട്ടുള്ള ദിവസം ഒരു ഓഫിലേക്ക് പോകും, അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് മിണ്ടത്തില്ല. അപ്പൊ നിങ്ങൾ തന്നെ അങ്ങോട്ട് ചെന്നിട്ട് സംസാരിക്കുന്നു, വീണ്ടും റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരുന്നു, അത് സ്മൂത്ത് ആയി പോകുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഡ്രാമകളൊക്കെ ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ ചെയ്തത് നിങ്ങൾ ഇവരെ ഒരു പ്രീഷ്യസ് ഗിഫ്റ്റ് ആയിട്ടാണ് നിങ്ങൾ ശരിക്കും കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ എത്തിയപ്പോൾ ഇവരുടെ ഒരു കളികളോ നമ്പറുകളോ ഒന്നും അവിടെ നടക്കുന്നില്ല. അവിടെ ഇവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ബൗണ്ടറി ഉണ്ടായിരുന്നു. അതായത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന പേഴ്സണും ഏകദേശം ഈ ഒരു നിങ്ങളുടെ പേഴ്സന്റെ എനർജി ഉള്ള ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ അവർക്കും നല്ല രീതിയിൽ സ്പേസും അതുപോലെ തന്നെ ഫ്രീഡം ഒക്കെ വേണ്ട വ്യക്തികളായതുകൊണ്ട് അവർ കറക്റ്റ് ആയിട്ടുള്ള ബൗണ്ടറി ഒക്കെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അവരിങ്ങോട്ട് വന്ന് ഇവരെടുത്തോണ്ട് പോകാനൊന്നും നിൽക്കത്തില്ല. അപ്പൊ ആ ഒരു രീതിയിലായതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ അവിടെ മൊത്തത്തിലൊരു സഫോക്കേഷൻ ഉണ്ടായി. അവിടെ നിന്നൊന്ന് ഇറങ്ങി പോന്നാലോ എന്ന് വിചാരിച്ച് കുറെ നാൾ അങ്ങനെ നിന്നതിന് ശേഷം അവർ ഇറങ്ങി പോരുകയാണ് ഉണ്ടായത്. അതിവിടെ നമുക്ക് വ്യക്തമാണ്. ഈ ഒരു കാര്യമാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിൽ കുറച്ച് ആളുകൾക്കെങ്കിലും ഒരു തേർഡ് പാർട്ടിയെ കുറിച്ചൊക്കെ അറിവുണ്ടായിരിക്കാം. ഇങ്ങനെ ഒരു തേർഡ് പാർട്ടി ഉണ്ട് എന്നൊക്കെ അറിവുണ്ടായിരിക്കാം. ചിലർക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയമുള്ളവരുള്ള ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ തേർഡ് പാർട്ടിയിൽ നിന്ന് അവർക്ക് ഉണ്ടായിട്ടുള്ള ഈ ഒരു പെരുമാറ്റങ്ങളൊന്നും തന്നെ നിങ്ങൾ മനസ്സിലാക്കരുത്. അല്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് പോയി ഇത്രയും നാളം കെട്ടി തിരിച്ചു വന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്തു, ചിലപ്പോൾ നിങ്ങളോട് പെരുമാറിയ ഒരു മോശമായ കാര്യങ്ങൾ അവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അവരവിടുന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല അടി കൊടുത്ത് വിട്ടിട്ടുണ്ടാകാം. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്ന വ്യക്തി, അല്ലെ ഇത് എന്റെ ബൗണ്ടറിയാണ്, എന്റെ അപ്പുറത്തേക്ക് വരരുത് എന്ന് വ്യക്തമായിട്ട് പറയാൻ അറിയാവുന്ന ആളാണെങ്കിൽ അപ്പൊ അവർക്ക് മനസ്സിലായി എനിക്ക് ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല, എന്റെ ഡ്രാമാസ് ഒന്നും ഇവിടെ ഇറക്കാൻ പറ്റത്തില്ല, മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് അവർ തിരിച്ചിങ്ങ് പോന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കരുതെന്ന് ഈ വ്യക്തി, അല്ലെങ്കിൽ നിങ്ങൾ അറിയരുതെന്ന് ഈ വ്യക്തി ഓർക്കുന്നു, ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരത് മറച്ചു പിടിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ നിങ്ങളുടെ വ്യക്തിക്ക് അടുത്ത് തന്നെ ഒരു എബ്രോഡ് പോകാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതിനൊരു ചാൻസ് ഓഫർ ലെറ്റർ ഒക്കെ വന്നിട്ടുണ്ടാകാം. അവരവിടെ നിന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ഇങ്ങനെ ഇതിനുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ടാകാം. അത് പോകാനായിട്ട് ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും. പക്ഷെ ആ ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾ അറിയരുത് എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒന്ന് സ്ട്രോങ് ആയി വന്നതിന് ശേഷം മാത്രം ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാനായിട്ട് അവർ ആഗ്രഹിക്കുന്നത്. പിന്നീട് നമുക്ക് വന്നിരിക്കുന്നത് ഡെത്ത് കാർഡാണ്. ഡെത്ത് കാർഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ന്യൂ ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു റീയൂണിയന്റെ സാധ്യതകളാണ് കാണിക്കുന്നത്. അപ്പോൾ സെപ്പറേഷൻ ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു റീയൂണിയൻ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പേഴ്സണ് ഒരു നല്ല ബോധ്യം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് ഒരു അവയർനെസ് ഉണ്ടാകുന്നു. ശരിക്കും ഈ വ്യക്തി അക്കരപ്പച്ച കണ്ടു പോയവരായിരുന്നു. എന്നാൽ അല്ലെങ്കിൽ നമ്മൾ പറയില്ല മിന്നുന്ന കണ്ടിട്ട് പോവുക, അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനെ പോയ ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ ഇന്ന് അവർ നിങ്ങളുടെ ഒരു വാല്യൂ മനസ്സിലാക്കുന്നു. പക്ഷെ അവർക്ക് പറ്റിയ തെറ്റ് അല്ലെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്തതൊന്നും നിങ്ങൾ മനസ്സിലാക്കരുത്, നിങ്ങൾ അറിയരുത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു കാര്യം തന്നെയാണ് അവരിവിടെ മറച്ചു പിടിക്കുന്ന ആ ഒരു രഹസ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഡ്രീംസ് ആൻഡ് റിയാലിറ്റി, ഇത് തമ്മിലുള്ള ഒരു ബാലൻസ്, അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്, സ്വപ്നവും ശരിക്കുള്ള റിയാലിറ്റി ആയിട്ടുള്ള കാര്യങ്ങളും എന്താണ് എന്നുള്ള ഒരു കാര്യം അവർ തിരിച്ചറിയുകയാണ്. അതായത് ഫിലിംസിലൊക്കെ കാണുന്ന പോലെ അല്ലെങ്കിൽ ഡ്രീംസിലൊക്കെ കാണുന്ന പോലെ വളരെ മിന്നിത്തിളങ്ങി പോകുന്ന ഒന്നാണ് ലൈഫ് എന്നായിരുന്നു അവരുടെ ഒരു കാഴ്ചപ്പാട്. അതിന് ഒത്ത രീതിയിലായിരുന്നു അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിനൊക്കെ ഇവിടെ ഒരു മാറ്റം വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. മൊത്തത്തിലൊരു ചേഞ്ച്, ഒരു ട്രാൻസ്ഫോർമേഷൻ വന്നിരിക്കുന്നു. അതിൻ്റെയൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈഫ് എന്ന് പറഞ്ഞാൽ ഇതാണെന്ന്, കുറച്ച് വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ആണ്, അങ്ങനെയൊക്കെയാണ് ഇത് പോവുക
എന്ന് എപ്പോഴും ഒരു സിനിമയെ കാണുന്ന പോലെ എല്ലാം ശുഭമാവുന്ന ഒരു രീതിയിലൊന്നും അല്ല എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ റിയാലിറ്റി എന്താണെന്നുള്ളതിനെ കുറിച്ച് ഈ വ്യക്തിക്ക് നല്ലൊരു ധാരണ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പിന്നെ നോക്കുമ്പോൾ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു വീൽ ഓഫ് ഫോർച്യൂൺ കാർഡ് ഒരു മാറ്റത്തെ തന്നെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ആദ്യ ഡെത്ത് കാർഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാർഡ് തന്നെയാണ് വീൽ ഓഫ് ഫോർച്യൂൺ. അതും ഒരു മാറ്റത്തെ തന്നെയാണ് റെപ്രസെന്റേറ്റീവ് ചെയ്യുന്നത്. ലാസ്റ്റ് വന്നിരിക്കുന്ന ഒരു ടവർ കാർഡാണ്. നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിരിക്കുന്ന ടവർ കാർഡാണ്. ഇവിടെ ശരിക്കും ഈ ഒരു പേഴ്സണിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഒരു ഫോഴ്സ് ചെയ്യപ്പെട്ടത് കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ വലിയൊരു പ്രതീക്ഷയോടെ നിങ്ങളെ ഉപേക്ഷിച്ച് മറ്റൊരു റിലേഷൻഷിപ്പിൽ എത്തി അതിന്റെ ആഴങ്ങളിലേക്ക് ചെന്ന ആ ഒരു സമയത്താണ് അല്ലെങ്കിൽ അതിലേക്ക് കുറച്ച് ഡീപ്പായി കയറിയ ഒരു സമയത്താണ് ആ വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയുടെ ആ ഒരു സിറ്റുവേഷന്റെ മറ്റൊരു മുഖം ഇവരെ തിരിച്ചറിയുന്നത്. ആ ഒരു തിരിച്ചറിവ് അവരെ വല്ലാതെ മാനസികമായിട്ട് തകർത്ത് കളഞ്ഞു. അതാണ് നമുക്കിവിടെ ടവറിൽ കാണാനായിട്ട് വരുന്നത്. അടിത്തറ ഇളകി ടവർ ജനലിൽ കൂടി എല്ലാം പുറത്തേക്ക് താഴേക്ക് വീഴുകയാണ്. ആ ക്രോണൊക്കെ മൊത്തത്തിൽ താഴേക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ട് ഇവർ വല്ലാതെ തകർന്നു പോയി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് അങ്ങനെ തകർന്നു പോകാൻ നമ്മളിപ്പോ ഒരു ബിൽഡിംഗ് കെട്ടി അത് മൊത്തത്തിൽ തകർന്ന് അല്ലെങ്കിൽ എന്തൊരു കാര്യം ചെയ്തു അത് മൊത്തത്തിൽ തകർന്ന് താഴെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഇതിന്റെ ഫോൾട്ടുകൾ എന്താണെന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ച്. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ അവര് അതിന്റെ കാരണങ്ങളൊക്കെ എൻ്റെ ഭാഗത്തു നിന്ന് ഇത്ര മിസ്റ്റേക്കുകളുണ്ട്, ഇന്ന പോലെയൊക്കെ ഞാൻ മാറേണ്ടിയിരിക്കുന്നു എന്നതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു വാല്യൂ ഒക്കെ അവർ മനസ്സിലാക്കുന്നു. എന്നിട്ട് ഇനി അവർ വിചാരിക്കുകയാണ് ഇങ്ങനെയൊന്നും പോയാൽ പോരാ, നല്ല അടിത്തറ ഇട്ടിട്ട് വേണം ഇനി ഒരു ബിൽഡിംഗ് കെട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടവർ കെട്ടുമ്പോൾ നല്ലൊരു അടിത്തറ ഇട്ടിട്ട് വേണം തുടങ്ങാനായിട്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വന്ന് മാറ്റങ്ങളോടെ തന്നെ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുകയാണ്. അതാണ് നമുക്ക് ഈ ഒരു ടവർ കാർഡ് കൊണ്ട് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആ ഒരു റിലേഷനിൽ ബ്രേക്കപ്പ് വന്നു. അപ്പൊ അത് ഇവരൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് അങ്ങനെ വന്നത്. അത് നിങ്ങളിൽ നിന്ന് അവർ മറച്ചു പിടിച്ചുകൊണ്ട് തന്നെ ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട് ഉണ്ടാക്കാനായിട്ട് വളരെയധികം ആഗ്രഹിക്കുന്നു. അതിനു വേണ്ടിയിട്ട് അവർ വളരെയധികം പരിശ്രമിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ റീഡിങ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്.